മെഷീൻ എംബ്രോയ്ഡറിയിൽ ആപ്ലിക് വർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ? വായോ. ഇതുപോലെ ഞാൻ ഒരു ഫ്ലവർ ഒരു ക്ലോത്തിൽ വരച്ചെടുത്തിട്ടുണ്ട്. ശേഷം ആ ഡിസൈനിൻ്റെ മുകളിൽ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഓരോ സ്റ്റിച്ച് വീതം കൊടുക്കുക. ഒന്നുകിൽ നമ്മൾ കട്ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റിച്ചായിട്ട് കൊടുത്തെടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് എല്ലാ പെറ്റൽസിലും ഇതുപോലെ തന്നെ കൊടുത്ത ശേഷം നമ്മൾ ഒന്നുകിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ അരികു ഭാഗത്ത് വേണ്ടാത്ത ക്ലോത്ത് കട്ട് ചെയ്ത് കളയണം. അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കട്ടിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സ്റ്റിച്ചിൻ്റെ വീതി എങ്ങനെയാണ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും എന്നുള്ളതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ പഴയ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ ഒരേ കണക്കിന് വീതിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വീതി അത്ര സെറ്റായില്ലെങ്കിൽ ഒന്നും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗങ്ങളെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എക്സ്ട്രാ വെളിയിലോട്ട് നിൽക്കുന്ന ക്ലോത്തൊക്കെ അത് അകത്തേക്ക് സ്റ്റിച്ചിനകത്തേക്ക് പോകുന്നതാണ്. കണ്ടോ ഇതുപോലെ. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ വേണമെന്നുള്ളവരെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞായിരുന്നു. എന്നിട്ട് അതിൻ്റെ പെറ്റൽസിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയ പൂമ്പൊടി പോലെ കൊടുക്കുന്നത് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകൾ അറ്റ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചെറിയൊരു പൂമ്പൊടി പോലെയും കൊടുക്കുന്നുണ്ട്. കണ്ടോ ഇതുപോലെ കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ വീതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അതങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടോ വീതി കൂട്ടിയും കുറച്ചുമാണ് ആ പൂമ്പൊടി ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഈ വീഡിയോ ഒന്നും കൂടെ വോയിസ് ഓവർ കൊടുത്തിടാൻ കാരണം ഒരു കമൻറ്റിൽ സ്ലോ ആയിട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഒന്ന് എക്സ്പ്ലെയിനും കൂടെ പറഞ്ഞത്. ശേഷം നമ്മൾ ലീഫാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ലീഫ് ഒരുപാട് മെത്തേഡിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീതി കൂട്ടി ചെയ്ത ശേഷം അതിനകത്തേക്ക് ഒരു റൗണ്ടും കൂടെ അടിച്ച് അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു നൈസായിട്ട് എന്ത് ചെയ്യുന്ന ഒരു റണ്ണിങ് സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. കണ്ടോ ഇതുപോലെ. അത് കഴിഞ്ഞ് ചെറിയൊരു വള്ളിക്കും വീതി കൂട്ടി അങ്ങ് താഴോട്ട് എത്തുന്നതോറും വീതി കുറഞ്ഞാണ് വരുന്നത്. കണ്ടോ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേ മെത്തേഡ് തന്നെയാണ് ഈ ലീഫിനും വീതി കൂട്ടിയും കുറഞ്ഞും തന്നെയാണ് ചെയ്യുന്നത്. അതിനെല്ലാത്തിനും ഞാൻ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ്